പോവാന്ന് പറഞ്ഞ മനുഷ്യന് സൂര്യൻ തരാതെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കും. എനിക്ക് പബ് എന്ന് കേട്ടാലേ കലിയ. പബ്ലിക് റൊമാൻസിൽ ഒരു ത്രില്ലൊക്കെ ഉണ്ട് നഴ്സേ. ഒന്ന് മോഡേൺ ആവടാ. എന്തിനാ ഗുരുദേവ എന്നെ ഈ പ്രച്ഛന്ന വേഷം കെട്ടിച്ച് ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചാ മതിയോ? ജീവിതം ഒന്ന് ആസ്വദിക്കണ്ടേ? ഈ പബ്ബ് പൂജ ചെയ്തത് നമ്മളല്ലേ? എന്റെ ഭട്ടു ഈ ഡ്രസ് എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഇതെന്നല്ല നിനക്ക് തുണിയെ ഇഷ്ടമല്ലല്ലോ. എന്റെ ഗുരുദേവ എനിക്ക് താറെടുക്കാഞ്ഞിട്ട് ഒരു സുഖമില്ല. ഹൈ ഇവനൊരുത്തൻ ഇത് ഈ പബ്ബിലെ ഡ്രസ് കോഡാടാ. ധരിച്ചേ പറ്റൂ. വരിക. എന്ത് കോടോ എന്തോ. സർ ക്യാബ് സർ. എന്തിനാ? പബ്ബിന്റെ പ്രൊമോഷന് വേണ്ടിട്ടാ. പ്ലീസ്. നീ എന്തിനാ ഇവിടെ ഇരുന്നേ? ഇരിക്കാൻ പാടില്ലേ? ബിയർ വാങ്ങിട്ട് വരിക. മദ്യപിക്കേ? മോനെ ചാരി, നിനക്ക് ശാസ്ത്രത്തിലുള്ള അറിവ് പുരാണത്തിൽ പോരാട്ടോ. ദേവകൾ എന്താ കുടിക്കുക? സുരപാനം. ദേവകൾ കുടിക്കുമ്പോൾ സുരപാനം, നമ്മൾ കുടിക്കുമ്പോൾ ബിയർ. പോയി വാങ്ങിട്ട് വരിക. എന്തായാലും എല്ലാം പാലത്തിൽ ഒന്ന് തന്നെയാ. എടോ ബാർബോയി ഒരു ബിയർ ഇങ്ങനെ തരിക. ഇപ്പഴല്ലേടോ താൻ ഒരു ബോട്ടിൽ അടിച്ചത്? എന്താ കഥ? ഞാനോ ബിയറോ? ആര് കുടിച്ചൂന്നാ? ഇപ്പൊ കുടിച്ചല്ലേ ഉള്ളൂ. എടോ കൊരങ്ങ, എന്തൊക്കെയാ താനീ പൊലമ്പണേ? ഇങ്ങനൊരു സ്ഥലത്തേക്ക് ഞാൻ വരുന്നേനെ ആദ്യമായിട്ടാടോ. എന്താ കുട്ടി കാണിക്കണേ? അസ്ഥാനത്ത് തോണ്ടേ? ആരാ നീ? ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്ന? എന്റെ സംസാരം ഇങ്ങനെയാ. ഡോ ചുമ്പ ആ ബിയർ ഇങ്ങനെ തരിക. ഇവക്കും കൊടുക്കാം മദ്യം. ഇത് വലിയ ശല്യമായല്ലോ. അവിടെ നിക്കുക. എന്താടാ നീ ആരുടെ മുണ്ട വെക്കാനാ അങ്ങോട്ട് പോണേ? വായിലടാ നിനക്ക് കോശവൻ. ഇത് പിടിക്കുക. അവിടെ പോയി ഇരിക്കുക. എവിടേക്കാ? നിന്നോട് പറയണോ? എന്താ ദേഷ്യ? അല്ല സ്നേഹ. സോറി പറയാനുള്ള വരവാന്ന് തോന്നുന്നേ. ഇഡിയറ്റ്. ഒരു ബിയറും കൊടുത്താ. എടോ ഇത് ബിയറാ, പച്ചവെള്ളം അല്ല. വലിച്ചങ്ങ് കേറ്റരുത്. ഇപ്പൊ ഒരെണ്ണം തന്നല്ലേ ഉള്ളൂ. പിന്നെയും വന്നിരിക്കണം. ഇതെല്ലാം എങ്ങോട്ടേ പോണേ? അതോ അതവിടെ ഇരുന്ന് കിളവൻ വാങ്ങിച്ചു കുടിച്ചു. മോന്തയ്ക്കൊന്ന് കൊടുത്താലോ എന്ന് വിചാരിച്ചാ പ്രായത്തോർത്ത് വിട്ടു. അതേതായാലും നന്നായി. നീ ബിയർ ഇട്. കുടിച്ചോളിയാ ഗുരുദേവ നിങ്ങളുടെ ബിയർ. ഒരെണ്ണം കുടിക്കട്ടടാ. കുടിച്ചു കഴിയട്ടെ. ഇതെന്താ ഏറ്റവും? ഇതാരാ? നിന്റെ അങ്കിളാ? നിനക്ക് സന്തോഷായില്ലേ? He's my friend. Oh, I'm sorry. കണ്ടാ നിന്റെ അങ്കിളാണെന്നേ പറയൂ. ആ കുട്ടിക്ക് നല്ല ഫലിത ബോധമുണ്ട് ഗുരുദേവ. അവൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്താ കുട്ടിയെ എന്താ നിരീച്ചിരിക്കണേ? കാണാനൊരു വൃദ്ധ ബ്രാഹ്മണനാണെങ്കിലും മനസ്സിപ്പോഴും ചെറുപ്പാണേ. നിത്യേന പാല് സേവിക്കണത് അസ്ലീ പവറാ. Oh, I'm sorry uncle. ചന്തു bye. ദരിദ്രവാസി. പുറത്തേക്ക് പോവാ. എന്റെ കാര്യം ചന്തു. ഗുരുദേവ സ്വർഗത്തിലെ കട്ടും പാവാതിരിക്ക. എന്താ നോക്കണേ? തോണ്ടണോ നിനക്ക്? ഇന്നെ പ്രശ്നം ഡീസൻസിയോ? ഇവിടെ ആർക്കാതുള്ളത്? കണ്ടില്ലേ തുണി ഉരിഞ്ഞ് ആടുന്നത്? നിക്കിവിടം ശരിയാവില്ല. ഇവൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നെ വേണം പറയാൻ. സ്റ്റുപ്പിഡ് ഫെലോ. എന്ത് സ്ട്രക്ചറാളിയാ. എവിടെയായിരുന്നു ഇതുവരെ? നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ എന്നെ ടോർച്ചർ ചെയ്യണോ? എന്റെ മൂഡ് കംപ്ലീറ്റ് കളഞ്ഞു. അതിന് നീ കൂട്ടിക്കൊണ്ടുവന്ന സ്ഥലം ഇതല്ലേ? ചന്തു ഡാൻസ് ചെയ്താലോ? ഡാൻസോ? ഡാൻസ് എനിക്ക് അറിയില്ല ഭട്ടു. എനിക്ക് എന്താ ഡാൻസ് അറിഞ്ഞിട്ടാ? അങ്ങോട്ട് ചെല്ലുക, കളിക്കുക. വരിക വരിക. ഭട്ടു ഇയാൾ എന്നെ മനഃപൂർവ്വം ഇടിക്കുക. എന്താ എന്താ ശല്യം ചെയ്യണേ? ചന്തു ഇനി അധികം എവിടെ നിക്കണ്ട. എന്താ ഒന്നും പറയാത്ത ഭട്ടു? എന്ത് പറയാനാ ചന്തു? കിട്ടാനുള്ളത് കിട്ടിയില്ലേ? വരൂ പോവാം. അങ്ങോട്ട് മാറി നിൽക്കുക. നന്ദു നീ വീട്ടിലേക്ക് വയ്ക്കോ. എന്താ പറയുന്ന കേക്ക് പ്ലീസ്. കാര്യം എന്താന്ന് പറ. പോകാനല്ലേ പറഞ്ഞത്? ഇവിടെ ഇത് സാധാരണ നടക്കാറുള്ളതാ. നീ വിഷമിക്കണ്ട കേട്ടോ. ഞാൻ കൂടെ വന്നതുകൊണ്ടല്ലേ ഭട്ടുവിന് അടി കിട്ടിയത്? നീ ഉള്ളതുകൊണ്ട് അവന്മാരെ രക്ഷപ്പെട്ടെ. ഇല്ലേച്ചാ കാണായിരുന്നു കളി. യവന്മാരെന്റെ പുക കണ്ടേ അടങ്ങൂ. അങ്ങനെ അങ്ങ് പോയാലോ മച്ചു? ഇവിടെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം. എന്നിട്ടാവാ സംസാരം. അത് വേണ്ട, ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. ഇപ്പോഴോ? എന്നാ വരിക. വാടാ. എന്തിനാടാ ശല്യപ്പെടുത്തണേ? ഞങ്ങളെ ശല്യത്തിനൊന്നുമില്ല. ആ പെണ്ണിനെ വിട്ടേക്ക്. ഓ എന്റെ ശിവനെ. നിങ്ങളൊക്കെ ചെറുപ്പല്ലേ? ആരോഗ്യമില്ലേ? വേറെ ഏതിനെങ്കിലും വളച്ചൂടെ? ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളച്ചതാ. കയ്യിൽ നിന്ന് കുറെ കാശ് പോയി.
ഗുരുദേവ ഇങ്ങരുത് എവിടെ പോയി തൊലഞ്ഞു ഗുരുദേവ? ഗുരുദേവ ഗുരുദേവ അയ്യോ എവിടെ പോയോ എന്തോ. എന്തിനാ തടയണേ? ബില്ലിനാണോ? ഞങ്ങൾ ഇവിടെ വന്ന് പൂജ ചെയ്തുകൊണ്ട് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്ന് ബില്ല് ചോദിക്കേ. എവിടെയാ നിങ്ങളുടെ ഓണർ? വിളിക്കാൻ ഇങ്ങട്. നിക്ക് 2 വാക്ക് സംസാരിക്കണുണ്ടേ. വിളിക്കണോ? നിങ്ങൾ പൊക്കോളൂ. എങ്ങോട്ടാ പോണ്ടേ? പാട്ടിന് ഞാൻ പോയതാ. ഈ 2 മർക്കടന്മാരും കൂടെ എന്റെ വഴി തടഞ്ഞു. അഭിമാനത്തിന് വില പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഇവരെ 2 അസഭ്യം പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. സോറി പറയടാ. ബ്രാഹ്മണ ശാപ ഏൽക്കാൻ നോക്ക. ഹൈ, ഇവറ്റേക്കൊന്നും വേറെ ഒരു പണിയില്ലേ? എവിടെയായിരുന്നു ഗുരുദേവ? കൺമുൻ ഇന്നലെ അപ്രത്യക്ഷമായത്. അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെടാതെ പിന്നെ എന്താ ചെയ്യാ? നിക്ക് വന്ന ദേഷ്യത്തിന് നരസിംഹ അവതാരം എടുത്ത് വലിച്ചു. എനിക്കൊന്നും പറ്റിയില്ലല്ലോ ചാരി. കയ്യെടുത്തങ്ങോട്ട് മാറ്റുക. നിനക്കറിയാലോ ഞാൻ എത്ര അടിപൊളി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. സ്ത്രീകളുടെ മുന്നിൽ ചെയ്യാറുണ്ടോ? സ്ത്രീകൾ കൂടെ ഉള്ളപ്പോ സംയമനം പാലിക്കണം. ഇങ്ങോട്ട് വരിക. പട്ടു ചന്തു, അവര് വീണ്ടും വന്നാലോ? നോം ഇവിടുന്ന് കൊണ്ട് മാറി നിൽക്കാം. എടാ ചാരി, നീ ചന്തുവിനെ വീട്ടിൽ കൊണ്ടാക്കുക. ഞാനോ? ഒറ്റയ്ക്കോ? താൻ തന്നെ ഒറ്റയ്ക്ക് വരിക. ഇങ്ങനെ മിണ്ടാതെ വണ്ടി ഓടിക്കാതെ എന്തേലും ഒന്ന് പറഞ്ഞൂടെ? എനിക്ക് മന്ത്രം ചൊല്ലാനല്ലോ മറ്റൊന്നും അറിയില്ല. ആ മന്ത്രമെങ്കിലും ചൊല്ലി എന്നെ ഒന്ന് പ്രീതിപ്പെടുത്ത്. പ്രീതിപ്പെടുത്താൻ നീ ആരാ? ദേവിയോ? ദേവി തന്നെ. മേജർ ചന്ദ്രശേഖർ എന്റെ അളിയനാ. അദ്ദേഹം പോയ ശേഷം എന്റെ സഹോദരി കുറെ നാളത്തേക്ക് എന്റെ കൂടെയായിരുന്നു താമസം. എന്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. ഗർഭിണിയായിരുന്ന അവളെ അപമാനിച്ചിറക്കി വിട്ടു. ആ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു. തിരിച്ചു വന്ന് ഞാൻ അവളെ പലയിടത്തും അന്വേഷിച്ചു. കണ്ടെത്താനായില്ല. ഞങ്ങളുടെ 1-2 പരിചയക്കാര് സിറ്റിയിൽ വെച്ച് അവളെ കണ്ടെന്ന് പറഞ്ഞിരുന്നു. അവിടെയും ഞാൻ അന്വേഷിച്ചു. ഒരു വിവരം കിട്ടിയില്ല. താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ. അല്ല, നിങ്ങളാരാണെന്ന്? ഫ്രണ്ട്, ചന്ദ്രശേഖരന്റെ ഫ്രണ്ട്. എനിക്ക് അത്യാവശ്യമായി കൽക്കട്ട വരെ പോകേണ്ട ഒരു കാര്യമുണ്ട്. മടങ്ങിയെത്തുമ്പോഴേക്കും നിങ്ങൾ ഹൈദരാബാദിലുള്ള മുഴുവൻ ചേരികളും മരിച്ചു പറക്കിയിരിക്കണം. വിവരം കിട്ടിയാൽ എനിക്ക് ഫോൺ ചെയ്യണം. ചേരികളിലോ? അതെ, ഇവിടെയുള്ള ഒരു സ്ഥലം പോലും ബാക്കി വെക്കരുത്. അവരെ കണ്ടെത്തണം, എത്രയും പെട്ടെന്ന്. ചന്ദ്ര, ഇതിനെന്താ വില? 20 രൂപ. ചന്ദ്രേട്ടാ, 20 റുപ്യോ കൊള്ളയാട്ടോ. 1 മണിക്കൂർ മന്ത്രം ചൊല്ലിയാ പോലും അത്രയും കിട്ടില്ല. 1 മണിക്കൂർ കൊണ്ടൊന്നും കായ്ക്കില്ല. 6 മാസങ്ങളെടുക്കും. ചുമ്മാതല്ലടോ. താനിങ്ങനെ ഓരോ ദിവസം കഴിയുന്നോറും മെലിഞ്ഞ് ഉണങ്ങി കരിഞ്ഞ് ചേലക്കാണ്ടിരിക്കണ്ട ഉണ്ണിയെ. മുത്തശ്ശിക്ക് ഭേഷ ഉണ്ണണമെന്നുള്ള ഒറ്റ വിചാരേ ഉള്ളൂ. കാശിനെ കുറിച്ച് അറിയണ്ടല്ലോ. എല്ലാം കൂടെ ചേർത്തൊരു 50 റുപ്യക്ക് തരിക. തിരുമേനി, ഈ നോട്ട് കീറിയതാണ്ടാ. വാടിക്കരിഞ്ഞിരിക്കുന്ന തന്റെ പച്ചക്കറിക്ക് കീറിയ നോട്ടല്ലാതെ അലക്കി തേച്ച നോട്ട് ഞാൻ തരാണോ? അയ്യോ മുത്തശ്ശി, എന്താ പറ്റിയേ? അണ്ടാവ് പോലെ ഇരുന്ന മുത്തശ്ശി ഇപ്പൊ ചുളുങ്ങിയ മൊന്ത പോലെ ആയല്ലോ. അതെയോ? ഇല്ലെങ്കിൽ പോവാം. മത്തങ്ങ അരിശരിയൊക്കെ ഒരാഴ്ചക്കുള്ളിൽ ഉപയോഗിച്ചാ ഇങ്ങനെ ഇരിക്കും.